ഹേ ഗൈസ്, ഇത് ആണുങ്ങൾക്കെതിരെയുള്ള വീഡിയോ ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ ഇത് മൊത്തം ഒന്ന് കാണണം. ഹേ ഗൈസ്, സോ ഞാൻ ഇച്ചിരി മുമ്പാണ് ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് റിയലി ട്രിഗേർഡ് സംതിങ് ഇൻസൈഡ് മീ. കാരണം I am not saying that you don't have the right to protest, or how you protest is none of my business. That is totally understandable because ഈ ദീപകിന്റെ ഇഷ്യൂയിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത്, ആദ്യം ഈ വീഡിയോ വൈറൽ ആവുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ പ്ലേ ദ ഹോൾ വീഡിയോ. അതായത് ഇച്ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് നമ്മൾ നോർമലി നാട്ടിൽ കാണുന്ന എന്തോ ഒരു ഉടായ്പ വീഡിയോ എന്ന് വെച്ചിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. ഞാൻ അത് കണ്ടുപോലുമില്ല. എനിക്കിത് ഇത്രയും കൂടുതൽ ഹിറ്റ് ആവുന്നത് പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷമാണ്. പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷമാണ് ഈശ്വര ഇതിന് മാത്രം വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും പോയ വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ 2-3 വട്ടം കണ്ടിട്ട് പോലും എനിക്ക് അതിൻ്റെ എന്ത് തേങ്ങ നടക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, പക്ഷെ വാട്ട് എവർ, ഹി ടുക്ക് ഹിസ് ലൈഫ് ബിക്കോസ് ദർ വാസ് സൈബർ ബുള്ളിങ് ഓർ വാട്ട് എവർ, അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ, ഇപ്പം എനിക്ക് മനസ്സിലാവാത്തത് ഈ ഉള്ള കീബോർഡ് വാരിയേഴ്സ് ഉണ്ടല്ലോ, കുറെ പേര് പോയിട്ട് ഷിംജിത ഇതാണ്, ഷിംജിത അവളാണ്, എങ്ങനത്തെ ആളാണ്, ഇതേ ടൈപ്പ് ഹേറ്റ് ആയിരിക്കത്തില്ലേ നിങ്ങൾ ദീപകിനും കൊടുത്തിട്ടുണ്ടാവുക. ദീപകിന്റെ വീഡിയോ വൈറലായ സമയത്ത്. കാരണം ഇപ്പൊ ഷിംജിത ഒരു വീഡിയോ എടുക്കണം. ഓക്കെ, അവള് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നു. ഇത് വൈറൽ ആക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസ് ആയിട്ടുള്ള നീയും ഞാനുമാണ്. ഞാൻ ആസ് എൻ ഓഡിയൻസ് ഡിസൈഡഡ് ടു സ്കിപ്പ് ഇറ്റ്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു വാച്ച് ഇറ്റ്. ഐ ജസ്റ്റ് സ്കിപ്ഡ് ഇറ്റ്. ഓക്കെ, നിങ്ങൾ അതേസമയം അത് സേവ് ചെയ്തു, ഡൗൺലോഡ് ചെയ്തു, 100,000 ആൾക്കാർക്ക് അയച്ചു കൊടുത്തു. ആൻഡ് ദെൻ യു വെന്റ് ആൻഡ് കമന്റഡ് ഓൺ ഹിം ഓർ വാട്ട്. കാരണം ഒരു രീതിയിലുള്ള പ്രഷറും ഇല്ലാതെ ദീപക് വെറുതെ പോയിട്ടൊന്നും ആത്മഹത്യ ചെയ്യത്തില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഷിംജിത എത്ര റെസ്പോൺസിബിൾ ആണോ അതുപോലെ തന്നെ അത്രയും റെസ്പോൺസിബിൾ ആണ് നിങ്ങളും. ഓക്കെ, ഈ വീഡിയോ കണ്ട് വൈറലാക്കി ലൈക്ക് ചെയ്ത് ഉള്ള ഏതൊരാളും അവളെ കൂട്ടുകാരന് അത്രയും റെസ്പോൺസിബിൾ ആണ് നിങ്ങളും. പിന്നെ വേറെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇപ്പം നിങ്ങൾ ഇത്രയും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ലേ, അതായത് ഷിംജിതയ്ക്കെതിരെ, പെണ്ണുങ്ങൾ ഇൻ ജനറൽ മൊത്തം അങ്ങനെയാണ്. അതായത് ഷിംജിതയ്ക്കെതിരെയുള്ള നിങ്ങളുടെ ഹേറ്റ് പിന്നെയും ജസ്റ്റിഫയബിൾ ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ പോയിട്ട് ഈ ബാക്കിയുള്ള പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ കാർഡ്ബോർഡും കൊണ്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒറ്റ ഇൻസിഡന്റിന് വേണ്ടി ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ 100,000 കേസസ്, അല്ലെങ്കിൽ ഇന്ന് ഒറ്റ ദിവസം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള റേപ്പ് കേസസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗേൾസ് ഒക്കെ നമ്മളെ ഏത് രീതിയിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അവര് ദേ ഹാവ് മച്ച് മോർ റൈറ്റ് ടു ഡു ദിസ്, റൈറ്റ്? കാരണം ഇപ്പം പുള്ളിക്കാരി അക്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തു, അത് അവിടെ വെച്ച് തീർന്നു. ഒരാണൊരു പെണ്ണിന് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ചെയ്യുന്ന എന്തുമാത്രം രീതിയിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഒരു പെണ്ണിനെ ടോർച്ചർ ചെയ്യുന്നത്. അതായത് സിമ്പിൾ, ഇപ്പൊ ഒരു ബ്രേക്കപ്പ് തന്നെ നടന്നു. നമ്മൾ കണ്ടിട്ടുള്ള മിക്ക ആസിഡ് അറ്റാക്ക് സർവൈവേഴ്സിന്റെ കഥ കേൾക്കുവാണെങ്കിലും അവര് മിക്കുള്ള ആൾക്കാരും ഒരു മാരേജ് പ്രപ്പോസലിന് നോ പറഞ്ഞതോ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനോടോ നോ പറഞ്ഞിട്ട് അവർക്ക് നടന്ന ഇഷ്യൂസും കാര്യങ്ങളുമാണ്. അതിനെപ്പറ്റി ഒന്നും ചേട്ടന്മാർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണാറില്ലല്ലോ. അതായത് വുമണിന് നടക്കുന്ന മിക്ക ഇഷ്യൂസിനും പൊങ്ങാത്ത ശബ്ദം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആണിന് വേണ്ടി എന്തോ പറ്റിയപ്പോഴത്തേക്കിനും അത് സഡൻലി എല്ലാം പെണ്ണുങ്ങളും ആ ഒരു രീതിയിലായി, അല്ലേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് വാട്ട് ഇസ് ദിസ് ഹേറ്റ് ടുവേർഡ്സ് എവറിബഡി ബ്രോ? ഇത് ഒരാൾ ചെയ്തൊരു കാര്യമാണെങ്കിൽ അതിനെ ഒരു ഐസൊലേറ്റഡ് ഇൻസിഡന്റ് ആയിട്ട് നിങ്ങൾ കാണണം. അതല്ല, നിങ്ങൾ ഇതിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും പ്രൊട്ടസ്റ്റ് ചെയ്യണം. യു ഷുഡ് ഫൈറ്റ് ഫോർ വുമൻസ് റൈറ്റ്സ് ആസ് വെൽ. അല്ലാതെ ആണുങ്ങൾക്ക് ഒരു അലുമോണിയുടെ കേസ് വരുമ്പോൾ മാത്രം ഉയർന്ന ശബ്ദം, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ മാത്രം ഉയരുന്നൊരു ശബ്ദം, എന്നിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന പെണ്ണുങ്ങളുടെ കമന്റ് സെക്ഷനിൽ പോയിട്ട് നീ അവളുടെ കൂട്ടല്ലേ, നീ ഇങ്ങനത്തെ ഒരു പെണ്ണല്ലേ, നീ അങ്ങനത്തെ ഒരു പെണ്ണല്ലേ എന്ന് സംസാരിക്കുന്നിടത്ത് നിങ്ങൾ ആണുങ്ങളുടെ വില മാത്രമാണ് കളയുന്നത്. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പം എന്നെ സംബന്ധിച്ച് ഈ ഇഷ്യൂ ഹേർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ ബോധർ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു പെണ്ണിന്റെ അടുത്തും പോയിട്ട് ചീത്ത രീതിയിൽ ഉള്ള സ്വഭാവമോ കാര്യങ്ങളോ കാണിക്കുന്നില്ല. എന്നാൽ അങ്ങനെ ചെയ്യുന്ന പല ആണുങ്ങളെ എനിക്കറിയാം. സോ വെൻ ഐ സേ ദാറ്റ് ഐ ആം എ ഫെമിനിസ്റ്റ് ഓഫ് ദിസ് തിങ്, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം എ മാൻ ഹേറ്റർ. എന്ന് വെച്ചാൽ ഞാൻ എല്ലാ മെന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം എനിക്കറിയാം എത്ര തെണ്ടികളുണ്ട് ഔട്ട് ദർ, എത്ര തെണ്ടികളുണ്ടെന്ന് എനിക്കറിയാം. സോ വെൻ ഐ ആം സപ്പോർട്ടിങ് മെൻ, ഐ സപ്പോർട്ട് മെൻ ലൈക്ക് മീ. അതായത് എന്നെയും എൻ്റെ കൂടെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുള്ളൂ. അല്ലാതെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളെയും സപ്പോർട്ട് ചെയ്ത് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പൊ ബോട്ടം ലൈൻ ഇത്രയേ ഉള്ളൂ. You guys protesting is all okay, but I want to see the same kind of energy ബാക്കി പെണ്ണുങ്ങളുടെ ഇഷ്യൂസ് നടക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഡെയിലി നമ്മുടെ നാട്ടിൽ നടക്കാറില്ല. എന്നാൽ പെണ്ണുങ്ങൾക്കെതിരെ നടക്കുന്ന ഇഷ്യൂസ് മച്ച് മോർ കോമൺ ആണ്, മച്ച് മോർ പ്രവലന്റ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പം ഐ വോണ്ട് ടു സീ യു ഗൈസ് ഹാവ് ദ സെയിം ടൈപ്പ് ഓഫ് എന്തൂസിയാസം, സെയിം ടൈപ്പ് ഓഫ് എനർജി. ബിക്കോസ് ഞാൻ മിക്കുള്ള സമയത്തും അത് കാണാറില്ല. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.